ഇളമാട് ഈസ്റ്റ് CPI ലോക്കൽ സമ്മേളനം മാർച്ച് 16 ഞായറാഴ്ച പ്രകടനം പൊതുസമ്മേളനത്തോടൊപ്പം സഖാവ് കാനം രാജേന്ദ്രൻ നഗർ ചെറിയവളിനെല്ലൂരിൽ CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം സഖാവ് K പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഈ കേരളത്തിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, കർഷക തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ, നെയ്ത്ത് തൊഴിലാളികൾ, ആ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചതുകൊണ്ടാണ് കേരള ഗവൺമെന്റിനെ ഇന്ത്യക്ക് മാതൃകയായ ഒരു സംസ്ഥാനമാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞത്. യൂണിഫോം സിവിൽ കോഡ് നിങ്ങൾക്കറിയാം, ഞാൻ ധരിക്കുന്നു, ഒരിക്കലും സംസ്ഥാനങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യമേ അല്ല. അത് നടപ്പിലാക്കണമെങ്കിൽ ഇന്ത്യയിൽ ഒരുമിച്ച് നടപ്പിലാക്കേണ്ടതാണ്. അങ്ങനെ നടപ്പിലാക്കാൻ BJPക്ക് എന്നല്ല, ഇന്ത്യ ഭരിക്കുന്ന ഒരു ശക്തിക്കും കഴിയില്ല. ഇന്ത്യയുടെ വൈവിധ്യം, ഇന്ത്യയുടെ ബഹുസ്വരത, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ആ യൂണിഫോം സിവിൽ കോഡ് ഇപ്പോൾ നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യമേ അല്ല. എങ്കിലും BJP അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തണം. ആ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, സിഖ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഒറ്റ സിവിൽ കോഡ് എന്നതാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നടപ്പിലാക്കണമെന്ന് പറയുന്ന BJPയുടെ പഴയ മുഖം കൂടി നാം ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. 1948 നെഹ്റു ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ, ആദ്യത്തെ താൽക്കാലിക ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ, അന്ന് ലാ മിനിസ്റ്റർ ആയിരുന്നു, ഇന്ത്യ ഗവൺമെന്റിന്റെ ലാ മിനിസ്റ്റർ ആയിരുന്നു ഡോക്ടർ BR അംബേദ്കർ, നിയമമന്ത്രിയായിരുന്നു ഡോക്ടർ അംബേദ്കർ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കൂടി സഹായത്തോടു കൂടിയും അംഗീകാരത്തോടു കൂടിയും ഡോക്ടർ അംബേദ്കർ അന്നൊരു ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവന്നു. അന്ന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത്, ഇന്ത്യയിലെ എല്ലാ ഹിന്ദു മതത്തിൽപ്പെട്ട എല്ലാ വിഭാഗക്കാർക്കും ഒരു നിയമം കൊണ്ടുവരണം. അതിനുവേണ്ടിയാണ് ഹിന്ദു കോഡ്. ഹിന്ദു മതത്തിൽ തന്നെയുള്ള വ്യത്യസ്ത വിഭാഗങ്ങൾക്ക്, ഓരോ വിഭാഗങ്ങൾക്കും വിവാഹവുമായി ബന്ധപ്പെട്ട്, വിവാഹമോചനവുമായി ബന്ധപ്പെട്ട്, ഭൂമിയുടെ ദായക്രമവുമായി ബന്ധപ്പെട്ടൊക്കെ വ്യത്യസ്തമായ നിയമങ്ങൾ ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ട് ഹിന്ദു സമുദായത്തിലെ എല്ലാവർക്കും ഒരു നിയമം തന്നെ മതി എന്നുള്ള നിലയ്ക്ക് ഡോക്ടർ അംബേദ്കർ കൊണ്ടുവന്നതാണ് ഹിന്ദു കോഡ് ബില്ല്. അന്ന് ഹിന്ദു കോഡ് ബില്ലിന് എതിരെ ഉറഞ്ഞു തുള്ളിയവരാണ് സംഘപരിവാർ ശക്തികൾ, RSSഉം ഇപ്പോഴത്തെ BJPയുടെ പഴയ പേരാണ് ജനസംഘവും. പ്രതിനിധി സമ്മേളനം മാർച്ച് 17 സഖാവ് R രാമചന്ദ്രൻ നഗർ ചെറിയവളിനെല്ലൂരിൽ സംസ്ഥാന ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ ND നൌഷാദിനെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. തുടർന്ന് 15 അംഗ LC അംഗങ്ങളെയും തെരഞ്ഞെടുത്തു.